ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോണ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. ഉണക്കലരി എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചോറുണ്ണണേ നമ്മുടെ പാലക്കാടൻ മട്ടയാണോ പുഴുങ്ങിയ അരിയാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ വരും. പിന്നെ ചിലർ പറയും ഉണക്കലരി അരി എന്ന് പറയണത് തന്നെ പച്ചരിയാണ്. ഒരിക്കലും അത് ശരിയല്ല കേട്ടോ. പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പച്ചനെ കുത്തണതാ, ഉണക്കനെല്ല് കുത്തണതാ. അതായത് നെല്ല് പുഴുങ്ങാതെ കുത്തണതിനാണ് ഉണക്കൽ അരി എന്ന് പറയുന്നത്. അതായത് നെല്ല് കൃഷി ചെയ്ത് കൊണ്ടുവന്നേച്ച് പനമ്പിലിട്ട് ഉണക്കി വെച്ച് മില്ലിൽ കൊണ്ടുപോയി കുത്തിച്ചെടുത്തേച്ച് പാറ്റിയെടുക്കണതാണ് ഉണക്കലരി. പിന്നെ പച്ചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനം, അതായത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കാറില്ല. റേഷൻ കടയിലും പിന്നെ നമ്മളിവിടെ മാർജിൻ ഫ്രീ നിന്ന് അയ്യാറത്തിൻ്റെ പച്ചരിയാണ് മേടിക്കുന്നത്. വെളുത്ത നിറത്തിലുള്ള അരിയാണ് പച്ചരി. അപ്പോൾ ഉണക്കലരി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞതാണ്. ഉണക്കലരി ദേ ഇവിടെ പ്ലേറ്റിൽ വെച്ചേക്കണത്, ഇതാണ് ഉണക്കലരി. കളർ ഇതായിരിക്കും. പുഴുങ്ങാത്തതാട്ടോ, പുഴുങ്ങിയതല്ല. പുഴുങ്ങിയതിന്റെ കളർ ഏതാണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഉണക്കലരി എല്ലായിടത്തും മേടിക്കാൻ കിട്ടും. പിന്നെ എല്ലാ മാളുകളിലും മാർക്കറ്റുകളിലും ഒക്കെ ഉണ്ട് ഇപ്പം. പിന്നെ പച്ചരി എന്ന് പറയണതേ വെളുത്ത കളറിലുള്ള. ഇതിന്റെ ചോറ് പ്യുവർ വൈറ്റ് ആയിരിക്കും. ഇത് 10 മിനിറ്റ് കണ്ടങ്ങാണ്ട് വേവും. നമ്മള് പച്ചരിച്ചോറ് ഉണ്ടാക്കാറില്ല. എനിക്ക് തോന്നുന്നത് അരി അല്ല വെള്ളം തിളച്ചിട്ടാന്ന് തോന്നുന്നു ഈ അരി ഇടുന്നത് ചോറിന് വേണ്ടി. എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. വേഗം വേവും. ഇത് ഉണക്കലരിയുടെ കഞ്ഞി നല്ലതാ. പക്ഷെ ഇവിടെ ഹസ്ബൻഡിന് അങ്ങനെ വലിയ ഇഷ്ടമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം ഉണക്കലരി കഞ്ഞിയും. ഇതില്ലേ പൊടിച്ചിട്ട് താവലരി എന്ന് പറയും, പൊടി നുറുങ്ങ. എന്നിട്ട് അതുകൊണ്ട് പനിയൊക്കെ വരുമ്പോൾ പണ്ടത്തെ കാലത്ത് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കും. അതിന്റെ പൊടിയരി മാർക്കറ്റിൽ മാർജിൻ ഫ്രീയിലുണ്ട്, ഒരുപാട് കടകളിലുണ്ട്. അപ്പം ഞാൻ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞതാണ്. അത് ആൾക്കാർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാ. ഇത് വൈറ്റ് കളറുള്ളത്. വൈറ്റ് റൈസ് എന്ന് ഹോട്ടലിൽ പറയൂലേ, നമ്മളോട് ചോദിക്കൂലേ ഹോട്ടലിൽ മീൽസ് കഴിക്കുമ്പോൾ, വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറുമ്പോൾ അവർ പ്രത്യേകിച്ച് ചോദിക്കും വൈറ്റ് റൈസ് വേണോ ബോയിൽഡ് റൈസ് വേണോ എന്ന്. ബോയിൽഡ് റൈസ് എന്ന് പറയണത് പുഴുങ്ങിയ അരിയുടെ ചോറാണ്. നമ്മുടെ പാലക്കാടനൊക്കെ ഇല്ല, അതുപോലെ ക്രാന്തി, അങ്ങനെ കുറെ അരികളുണ്ട് പുഴുങ്ങലരി. അപ്പൊ അത് പുഴുങ്ങലരി. ഇത് വൈറ്റ് റൈസ് എന്ന് പറഞ്ഞാൽ ഈ വെളുത്ത ചോറിനാ. നമ്മള് ഈ പുഴുങ്ങിയ അരിയുടെ ചോറിനാണോ ഉണക്കലരിയുടെ ചോറിനാണോ രുചി? അത് പുഴുങ്ങിയരിയുടെ. ഉണക്കലരി ചോറായിട്ട് ഞാൻ ഉണ്ടിട്ടില്ല, കഞ്ഞിയായിട്ടാ കുടിച്ചേക്കണേ. അത് ടേസ്റ്റ് എന്തായാലും പുഴുങ്ങിയരിയുടെ തന്നെ ആയിരിക്കും. അപ്പൊ ഏതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ.